ഇവിടെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഫാമിലിയിലെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ആർമിയിൽ ജോയിൻ ചെയ്യുന്നു. ഒരു യുദ്ധവീരനായി നാട്ടിലേക്ക് തിരികെ വരണമെന്നതാണ് അവന്റെ ആഗ്രഹം. പക്ഷെ ബാറ്റിൽ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് അവന്റെ ആഗ്രഹം നല്ലതായിരുന്നില്ലെന്ന് അവന് മനസ്സിലാവുന്നത്. ബാറ്റിൽ ഫീൽഡിൽ അപകടം പറ്റി കിടക്കുന്ന ശത്രുക്കളെ കാണുമ്പോൾ അവന് അവരെ രക്ഷിക്കണമെന്ന് തോന്നുന്നു. ഒത്തിരി നാളുകളായുള്ള യുദ്ധത്തിന് ശേഷം അവസാനം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു. കുറെ നാളുകൾക്ക് ശേഷം അവൻ ഇന്നാണ് ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത്. കമാൻഡർ അവരോട് വെടിനിർത്തൽ തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുൻപ് കഴിയുന്നത്രയും പേരെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അതേസമയം ഇവൻ ആദ്യമായി താൻ ആർമിയിൽ വന്ന ദിവസം ഓർമ്മ വരുന്നു. അവന് കിട്ടിയ പുതിയ യൂണിഫോമിൽ വേറെ ആരുടെയോ പേരുള്ളതായി അവൻ കാണുന്നു. ഉടനെ അത് കമാൻഡറിനെ കാണിക്കുമ്പോൾ അത് അബദ്ധത്തിൽ പറ്റിയതാവുമെന്ന് പറഞ്ഞ് അയാൾ ആ നെയിം ടാഗ് കീറിക്കളയുന്നു. ആർമിയിൽ ചേർന്ന സന്തോഷത്തിൽ അവൻ കൂടുതലായി ഒന്നും ചിന്തിക്കുന്നില്ല. എന്നാൽ ആ യൂണിഫോമിലെ നെയിം ടാഗിന് പിന്നിലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ബോഡിയിൽ നിന്ന് യൂണിഫോം ഊരിയെടുക്കുന്നു. എന്നിട്ട് അത് ഫാക്ടറിയിലേക്ക് അയച്ച് റീസൈക്കിൾ ചെയ്തെടുക്കുന്നു. ഒത്തിരി നേരത്തെ ക്ലീനിംഗ് പ്രോസസ്സിന് ശേഷം അവർ അത് തയ്യൽ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നു. യുദ്ധത്തിലുണ്ടായ കേടുപാടുകൾ അവരുടെ കഴിവുകൾ കൊണ്ട് ഇല്ലാതാക്കുന്നു. അവസാനം ആ യൂണിഫോമുകൾ ഇവനെ പോലെ ഇവിടെ വരുന്ന പട്ടാളക്കാരിലേക്ക് എത്തിക്കുന്നു. അവർ ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ അവരുടെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു.